ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. സംഭവം ഇന്നത്തെ ഒരു ബ്രൈഡൽ ഫങ്ഷൻ്റെ വീഡിയോ കവർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ നാടൻ വിശേഷങ്ങളിൽ ഒരു കല്യാണ പരിപാടീൻ്റെ പിറകെയാണ്. അത് ഉപ്പയുടെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ്, ഫർസാനയുടെ. അപ്പോൾ ഈ ദിവസത്തെ ബ്രൈഡൽ ഫങ്ഷനാണ് ഇന്നത്തെ വീഡിയോ. ഇത് ശരിക്കും ഒരു ബ്രൈഡൽ ഫങ്ഷനാണ്. ഇന്നത്തെ ദിവസം ശരിക്കും ബ്രൈഡ്സിനും ആളുടെ ഫ്രണ്ട്സിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുവാണ്, ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. കാര്യം ഇന്ന് നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്നൊരു ചടങ്ങാണ് കേട്ടോ. ഇന്ന് കൊണ്ടുപോയിട്ട് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. നമ്മളവിടെ പോയിട്ട് അവിടെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബ്രൈഡൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു, വെഡ്ഡിങ്ങിൻ്റെ. അതിൻ്റെ ഐ-കാർഡിൽ ഞാൻ അതും കൂടി ഇട്ടേക്കാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഭവം അത് തന്നെയാണ് ഫങ്ഷൻ. അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ വിളിക്കാൻ വന്ന കൂട്ടുകാരികളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങുവാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ഇവിടെ ബ്രൈഡ്സിനൊരു അങ്ങനെ ഒരു ഭയങ്കര കുറേ ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ഒരു ഫീലൊന്നും ഉണ്ടാവില്ല, ഒരു സങ്കടം പോലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഇവിടെ ബ്രൈഡിൻ്റെ വീട്ടിൽ തന്നെയാണ് റൂമൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണും ചെക്കനൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കൂടുന്നത്. കേരള പോലെയല്ല ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഞങ്ങൾ നടന്നു പോകാനുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് പെണ്ണിൻ്റെ വീടാണെങ്കിൽ, ചെക്കൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഈ കാണുന്ന ലൈറ്റാണ് ചെക്കൻ്റെ വീട്. അത്രയും അടുത്താണ് ഈ കല്യാണത്തിൻ്റെ ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബന്ധുക്കളെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കസിൻസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് കൂടെ പോകുന്നത്. പിന്നെ പെണ്ണിൻ്റെ ഫ്രണ്ട്സും പിന്നെ ചെറിയ കുട്ടികളും ഒക്കെയാണ്. ഇത് ശരിക്കും ലേഡീസിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് അവരുടെ വീട്ടിലേക്ക് എത്തി. ഞാൻ ക്യാമറ ഓഫ് പോലും ചെയ്തിട്ടില്ല, അത്ര നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇത് കുറച്ച് കുന്നിൻ്റെ മുകളിലുള്ള വീടാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട് ശരിക്കും കാണാൻ പറ്റും. രണ്ട് സൈഡും ഭയങ്കര നെയ്ബറിങ് ആയിട്ടുള്ള 2 വീടാണ്. അവർ വീട് വെച്ച് വന്നപ്പോൾ നെയ്ബേഴ്സായി പോയതാണ്. അപ്പോൾ ഞങ്ങൾ എത്തി. ഫുള്ളായിട്ട് ഒരു ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ. ഓക്കെ, നമ്മുടെ വീട് ബാഗിൽ കാണുന്ന ലൈറ്റില്ലേ, അതാണ് നമ്മുടെ കല്യാണ വീട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അടിപൊളി സ്ഥലം നോക്കുവാണ് ഇരിക്കാൻ വേണ്ടി. എസിലിൻ്റെ ഉപ്പയുടെ വീട്ടിലത്തെ അവരൊക്കെ കസിൻസിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. ചാടാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പുള്ളിക്ക്, എന്നിട്ട് ചാടില്ല. ഞങ്ങളങ്ങനെ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഇരുന്നു പതുക്കെ. എനിക്ക് കല്യാണ വീട്ടിലത്തെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടും ഇതൊക്കെ കൊണ്ട് എനിക്കിഷ്ടമാണ്. പിന്നെ കുറേ കുട്ടി കസിൻസൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ എസാമോള് അവരൊക്കെ ഉണ്ട്. പിന്നെ ഫർസയുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു ഡ്രസ് കോഡ് മെറൂണാണ് പറഞ്ഞത്. ഇത് ക്ലാസ്മേറ്റ്സൊക്കെ വൈറ്റും മെറൂൺ ഷോളും, പിന്നെ കസിൻസ് മെറൂൺ മാത്രം ഇട്ടിട്ടുള്ളൊരു ഡ്രസ് കോഡാണ് പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് ഈ ഡ്രസ് കോഡ് കോൺസെപ്റ്റിലൂടെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും സമീനയും ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സമയം ബ്രൈഡൽ ഫങ്ഷൻ ഉണ്ട്. അത് ബ്രൈഡ്സിന് സ്വർണം കൊടുക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ എൻ്റെ ബ്രൈഡൽ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ മൊത്തം ഡീറ്റെയിലിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അത് 2 ഇയേഴ്സ് മുമ്പത്തെ ഒരു ഫങ്ഷനാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഇങ്ങനത്തെ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. നമുക്ക് ചെറുപ്പത്തിൽ നിന്ന് കളിച്ച് വളർന്നവരൊക്കെ ഉണ്ടാകുമല്ലോ, അവരെ പിന്നെ മീറ്റ് ചെയ്യുന്നത് ഇതേപോലത്തെ ഫങ്ഷനിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചും തമാശം പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോൾ എസിലിൻ സജ്നിയായിട്ട് സെറ്റായി. അവൾക്കിങ്ങനെ മൊബൈലിൽ ഭയങ്കര അഡിക്റ്റായി ഇപ്പോൾ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഇന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് കിട്ടി. സർബത്താണ്, നല്ല തണുത്ത, ഭയങ്കര ഹോട്ടായതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ആശ്വാസമാണ് ഈ സമയത്ത് ഒരു വെൽക്കം ഡ്രിങ്ക്സ്. ഞാൻ ജസ്റ്റ് വെൽക്കം ഡ്രിങ്ക്സ്, ഇതാണ് സ്റ്റാർട്ടിങ്.
നമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇതൊരു ടൈം ഇപ്പോൾ ഒരു 8 മണി 8:30 സമയത്താണ് രാത്രി. അപ്പോൾ ഫർസയുടെ കൂടെ വന്ന കസിൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഉള്ള സീറ്റിലാണ് ഇരുന്നത്. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്തിരിക്കുമ്പോൾ ഒരു രസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്നായിരുന്നു. അപ്പോൾ കുട്ടി കസിൻസും എല്ലാവരും ഇവർക്ക് ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മണവാട്ടി നോക്കിയിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഫർസയുടെ ഡ്രസ്സും ഭയങ്കര ഇഷ്ടമായി, കളറും മൊത്തത്തിൽ അടിപൊളിയാണ്. ഇത് പിന്നെ ഫർസയുടെ ബ്രദറിൻ്റെ വൈഫാണ്, പിന്നെ കസിൻസ്. ഞങ്ങൾ ഇവിടെയാണ് നമ്മളിരുന്നത്. ബായങ്ങി പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിലാഞ്ചി, ഇത് ലക്ഷദ്വീപിലത്തെ ഒരു ബ്രൈഡൽ വിഭവമാണ്. ഇത് നമ്മുടെ ഒരു ക്ലാസ് സാധനമായതുകൊണ്ട് തന്നെ എല്ലാ ഫങ്ഷനിലും ഒരു ഗസ്റ്റ് വരുവാണെങ്കിലും നമ്മൾ പുതുതായിട്ടൊരു ഗസ്റ്റിനെ വീട്ടിലേക്ക് വിളിച്ചാലും ഇങ്ങനത്തെ ബ്രൈഡൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലും കല്യാണത്തിനും ഒക്കെ കിലാഞ്ചി ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ കിലാഞ്ചിൻ്റെ കോമ്പിനേഷൻ തേങ്ങാപ്പാലും പഴവും കൂടിയുള്ള ഒരു സ്വീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കെപ്പോഴും ഇത് സ്റ്റാർട്ടറായിട്ടാണ് തരുന്നത്, എനിക്കെന്തോ ഇത് ഭയങ്കര ഡെസേർട്ടായിട്ടാണ് തോന്നുന്നത്. കാര്യം എനിക്ക് ഈ കുറച്ച് സ്വീറ്റായിട്ടുള്ള സംഭവമൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. എതിലിൻ ബേബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ ഫുഡ് ബിരിയാണിയായിട്ട് അവൾ കഴിക്കില്ല. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരു ഓക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ കഴിപ്പിച്ചു. അവൾക്ക് ഈ പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ കഴിക്കാൻ തുടങ്ങി. അവൾ അടിച്ചു പൊളിച്ച് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ. എതിലിന് എങ്ങനെയുണ്ട്? സൂപ്പർ. അങ്ങനെ നമ്മൾ കിലാഞ്ചി കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബിരിയാണി എൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ്, കിലാഞ്ചി കഴിയുമ്പോഴത്തേക്ക് തന്നെ ബിരിയാണി സെർവ് ചെയ്യും. എനിക്ക് ഇവിടെ അങ്ങനെയാണ്. വീഡിയോ ഇല്ല, ലേറ്റ് ഇങ്ങനെ നാക്കും ഇട്ടുപോയ സൈഡ്. അപ്പോൾ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കട്ടെ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ബീഫ് ബാൻ ആയതുകൊണ്ട് എന്നുവെച്ചാൽ ഇവിടുത്തെ ഫ്രഷ് ബീഫ് ബാനാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇപ്പോഴുള്ള കല്യാണ ഫംഗ്ഷനിലൊക്കെ ചിക്കനും മട്ടണും ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഫ്രഷ് ബീഫ് ഇല്ല, ഫ്രഷ് ബീഫ് പുറത്തുനിന്ന് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ട് ഐറ്റമായിട്ട് പുഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. ഇത് കവരത്തി ഐലൻഡിലത്തെ ഫംഗ്ഷനാണ് കേട്ടോ. എല്ലാ ഐലൻഡിലും ഈ ബ്രൈഡൽ ഫംഗ്ഷനും വെഡ്ഡിങ് ഫംഗ്ഷനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കവരത്തി ഐലൻഡിൽ ഇങ്ങനെയാണ്, ലക്ഷദ്വീപിൽ. അപ്പോൾ എനിക്ക് മറ്റു ഐലൻഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി, നമ്മുടെ വീട്ടിലെത്തി.
കരയില്ല. വായ മൂടാന്നാ കമ്പനിക്ക്. ആ ഇപ്പൊ വോളിയം കൂട്ടു. കളിയുന്നേ ഈ പാട്ട് വെച്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. കാര്യം എല്ലാവരും ഇറങ്ങാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.